ശരീരം തലമുടി നേരെ നേരെയൊക്കെ ഉണ്ടാവില്ല, ജട പിടിച്ചതാവും. ധൂളി ധൂസരം ഓടി നടന്ന് കിടന്നുരുണ്ട് പൊടിയും മണ്ണും ഒക്കെ ദേഹത്ത് കൂടെ വേർപ്പും ഒക്കെ പാട കൂടിയിട്ട് ദേഹം മുഴുവൻ പൊടിപടലങ്ങളായിരിക്കും ഇല്ലേ. അത് പല ആ പൊടികൾ എങ്ങനെയൊക്കെയാണോ എവിടേക്കാണോ വിഹരിക്കണ ആ വികാരഭൂമിയിൽ എവിടേക്കാണെന്ന് വെച്ചാൽ അതൊക്കെ ദേഹത്ത് പറ്റും. അതേപോലെ തന്നെ മഹേശ്വരൻ അങ്ങനെയാണല്ലോ. ദിഗംബരം, ദിക്കാകുന്ന അമ്പരത്തോട് കൂടിയവനാണല്ലോ മഹാദേവൻ. ഈ കാണുന്ന ദിക്കുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ഏതാ ദിക്ക്? കിഴക്ക് ദിക്ക്, തെക്ക് ദിക്ക്, പടിഞ്ഞാറ് ദിക്ക്, വടക്ക് ദിക്ക്. അതൊക്കെ ഈ ലൗകികന്മാര് അലൗകികന്മാര്, വിശ്വാസികള് അവിശ്വാസികള്, വിഡിത്തം അതൊന്നുമല്ല. ദിക്കുകളാകുന്ന അമ്പരം വസ്ത്രജീവിതമുണ്ട്, ദിക്ക. വിഡിത്തമല്ല, വിഡിത്തം നാം പറയുകയാണെങ്കിൽ വിചാരിച്ചോളൂ, എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഉണ്ണികളും ദിക്കാകുന്ന അമ്പരത്തോടെ വസ്ത്രമില്ലാതെ വിവസ്ത്രന്മാരാണ് കുട്ടികളെ എന്നിരുന്നാലും ലജ്ജയില്ല. ധൂളി ധൂസരം, അങ്ങോട്ടും കൂടെ കുറേ നേരം ഇതൊക്കെ കൂടെ നടക്കാൻ പോകാനും വയ്യ, പോകാണ്ടിരിക്കാനും വയ്യ, ഇവിടെ നിൽക്കാനും വയ്യ, ഇരിക്കാനും ഇരുന്നാൽ കുറച്ച് കുറവാണെന്നും കൂടി തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ കേക്ക്, ഇതൊക്കെ അങ്ങനെ കേൾക്കില്ല, സമ്പ്രദായമല്ലേ. അങ്ങനെയൊക്കെ പല ചിന്താഗതി. അതാണ് ഈ ബുദ്ധി വികസിക്കുന്തോറും ബുദ്ധിമാന്ദ്യം എന്ന് പറയില്ലേ, അതാണ്. വേറൊന്നും പറയാനില്ലാതാണെങ്കിൽ പദത്തിൻ്റെ പ്രയോജനം അങ്ങനെയാണ്. ഗതപുരീലനാണ് ഭഗവാൻ. വസ്ത്രമില്ല എന്നുള്ളത് കൊണ്ട് ദിഗംബരനാവുകൊണ്ട് ഗതപുരീലനാ. ലജ്ജയില്ല. ഇത് ലജ്ജ ആവശ്യമില്ലോ. ലജ്ജ ഉണ്ടോ അദ്ദേഹത്തിന്? ഇതിന് രൂപമുണ്ടോ? ഇതിന് ഭാവമുണ്ടോ? കർമ്മമുണ്ടോ? കർമ്മിയാണോ? അരൂപിയാണോ എന്ന് വെച്ചാൽ വേദസ്വരൂപനാണ്. എന്ന് വെച്ചാൽ സ്ഥിരചരൗഹാത്മാവെന്നാ പറയും. ഈ ചരിക്കുന്നതും ചരിക്കാത്തതുമായിട്ട് എന്തൊക്കെയാണോ അതിൻ്റെ മുഴുവൻ